നാളെ എല്ലാ ടി വി ചാനൽസിലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് വാർത്ത. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഇത്രയും കാലം ഒറ്റയ്ക്കല്ലായിരുന്നു, ഏലിയൻസ് യാഥാർത്ഥ്യമാണ്. അതിനുശേഷം ഉണ്ടാവുന്ന ആ ഒരു കോൺസിക്വൻസസ് അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരുടെ റിയാക്ഷൻസ്, ഈ ഒരു പ്ലോട്ട് കൊണ്ടാണ് സ്റ്റീവൻ സ്പിൽബർഗ് ഡിസ്ക്ലോഷർ ഡേ എന്ന സിനിമയിലൂടെ കഥ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. ചെറുപ്പം മുതലേ ഞാൻ ഈ UFO വീഡിയോസും ഏലിയൻ കോൺസ്പിറസി തിയറീസും ഓർഗനൈസേഷൻസിന്റെ കുറെ സീക്രട്സും ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ, ഇങ്ങനത്തെ കുറെ കഥകളൊക്കെയാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഈ ഒരു സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മോശം സിനിമയല്ല, പക്ഷെ എന്നാൽ പോലും ഇതൊരു സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഒരു ഗ്രേറ്റസ്റ്റ് സിനിമയല്ല. ഇതൊരു ഡീസന്റ് അറ്റംപ്റ്റ് എന്ന് എനിക്ക് പറയാൻ തോന്നിയുള്ളൂ. ഈ സിനിമ തുടങ്ങിയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു. ഈ സിനിമയുടെ ഓരോ സീനിലും ഭയങ്കരമായിട്ട് മിസ്റ്ററി ബിൽഡ് ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു ഈ സിനിമ നറേറ്റ് ചെയ്ത രീതി കണ്ടോണ്ടിരിക്കാൻ. പക്ഷെ എവിടെയോ വെച്ച് ഈ ഒരു വഴി തെറ്റിപ്പോയി. ആദ്യമൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പോയിട്ട് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ലെയർ പിന്നീട് ഇതൊരു പോപ്കോൺ ത്രില്ലറായിട്ട് മാറി. ആ ഒരു ത്രില്ലർ ആയിട്ട് മാറിയതിനു ശേഷം പിന്നെ ആ ഒരു ഇമ്പാക്റ്റ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ഈ ഇമ്പാക്റ്റ് കംപ്ലീറ്റ്ലി തിരിച്ചു വന്നത് ഈ സിനിമയുടെ അവസാനത്തെ 20 മിനിറ്റ്. അപ്പോഴാണ് ആ ഒരു സ്റ്റീവൻ സ്പിൽബർഗിന്റെ ആ ഒരു മാജിക്, ആ ഒരു വണ്ടർ, ആ ഒരു നമുക്ക് ഫീൽ, നമുക്ക് അവസാനത്തെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത് അവസാനത്തെ 20 മിനിറ്റ്. അതല്ലാണ്ട് നമുക്ക് ആ ഒരു മാജിക്, ആ ഒരു സംഭവം, നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. ഒരു സ്റ്റീവൻ പടം നമുക്ക് തോന്നില്ല. ഇടയ്ക്ക് വെച്ച് നമുക്കൊരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ ഫ്രാഞ്ചൈസിൽ ഒരു സിനിമ കാണുന്ന ഒരു ഫീലൊക്കെ കിട്ടുക. അതേപോലെ പഴയ സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഏലിയൻ പടങ്ങളുടെ ആ ഒരു ലെവലൊന്നും ഈ പടം എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയണം, ഇതൊരു ഡീസെന്റ് കണ്ടിരിക്കാം, ഒക്കെ ഒരു അറ്റംപ്റ്റ് ആയിട്ട് എനിക്കിപ്പോൾ ഈ പടം പേഴ്സണലി ഫീൽ ചെയ്തോളൂ. ആൻഡ് അതേപോലെ തന്നെ എമിലി ബ്ലണ്ട് ഗംഭീരമായിരുന്നു, ബ്രില്യൻ്റ്ലി പെർഫോംഡ്. ആ ഒരു ഇമോഷണലായിട്ട് വളരെ നന്നായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ ജോഷോ കോണർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ളവരും നല്ല സോളിഡ് ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. അതേപോലെ എനിക്ക് സിനിമയിൽ വേറെ നെഗറ്റീവ്സ് ആയിട്ട് തോന്നി, ഇതിന്റെ സ്ക്രീൻ പ്ലേ കുറച്ച് ഡേറ്റഡ് ആയിരുന്നു. അതേപോലെ കുറച്ച് ലോജിക്ലെസ് ആയ കുറച്ച് പരിപാടികൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ സിനിമ തീർന്നത് ഒരു ഓപ്പൺ എൻഡിങ്ങിലൂടെയാണ്. ആ ഒരു ഓപ്പൺ എൻഡിങ് ചിലവർക്ക് ചിലപ്പോൾ ഭയങ്കര കൺവിൻസിങ് ആയിരിക്കും, പക്ഷെ ചിലവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിട്ട് ഫീൽ ചെയ്തേക്കാം. ബിക്കോസ് സിനിമ തീർന്നത് നമുക്ക് ഉത്തരങ്ങൾ തരുന്നേക്കാൾ കൂടുതൽ നമ്മൾ അങ്ങോട്ട് കൂടുതൽ ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് ഈ പടം എൻഡ് ചെയ്തത്. അതൊരു പ്രശ്നമായിട്ട് തോന്നി. എന്നാലും ഓവറോൾ അവസാനത്തെ 20 മിനിറ്റ് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഈ സിനിമ എനിക്ക് ഒരു മോശം അനുഭവം തന്നെയായി മാറിയാണ്. അതുകൊണ്ട് തന്നെ ഡിസ്ക്ലോഷർ ഡേ ഒരു ഗ്രേറ്റ് സ്പിൽബർഗ് പടമൊന്നുമല്ല, ഒരു ഒക്കെ കണ്ടിരിക്കാം, വൺ ടൈം വാച്ച് ഒക്കെ ഉള്ളൊരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള, ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ് ഉള്ള, അവസാനത്തെ 20 മിനിറ്റ് വർക്കായ ഒരു സൈഫൈ ത്രില്ലർ പടം. ചില സിനിമകൾ നമുക്ക് ഉത്തരങ്ങൾ നന്നായിട്ട് തരും, ചില സിനിമകൾ കുറെ ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ട് അങ്ങ് തീർക്കും. ഈ സിനിമ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നതാണ്. കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവ്യൂസ്.